വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ശരവണഭവൻ പോലുള്ള വെജിറ്റേറിയൻ ഹോട്ടലിൽ പോകുമ്പം കിട്ടുന്ന ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അതേ രുചിയിൽ തന്നെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ശരവണഭവൻ പോലുള്ള വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ തയ്യാറാക്കുന്ന ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എണ്ണ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായിട്ടുള്ള ഉഴുന്ന് പരിപ്പാണിത്. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ കളർ ചേഞ്ച് ആകുമ്പം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇത്. ഒരുപാട് എരിവില്ലാത്ത മുളകാണിത്, കാശ്മീരി ചില്ലി. ഇതുണ്ടെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളകാണെങ്കിൽ അതെടുക്കുക. കാശ്മീരി ചില്ലി എടുക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ കാരണം ഇത് ഈ ഒരു തക്കാളിക്ക് തക്കാളി ചട്നിക്ക് ഒരുപാട് എരിവൊന്നും ഉണ്ടാവത്തില്ല. അപ്പം അഥവാ ഇനി കാശ്മീരി ചില്ലി ഇല്ല എങ്കിൽ സാധാരണ മുളക് ഒരു 3 വല്ലതും എടുക്കുക. എന്നിട്ട് ഒരുപാട് എരിവ് വേണ്ട എങ്കിൽ അതിൻ്റെ അരി കളഞ്ഞിട്ട് എടുത്താലും മതി. അപ്പോൾ മുളക് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. ഒരു 15ഓളം ചെറിയ ഉള്ളി, വലിയ ചെറിയ ഉള്ളിയാണ് കേട്ടോ. 15ഓളം എടുത്തിട്ടുണ്ട്. അത് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്, വലുതായതുകൊണ്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് വഴറ്റാവുന്നതാണ്. അപ്പോൾ ഇതും എന്താ പറയുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഒരുപാട് ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കരുത്. കാരണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അത് ചെറിയ ഉള്ളി ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 3 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 3 ഇട്ട് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 6 എടുക്കാവുന്നതാണ്. അതും ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനൊരുവിധം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടോ, ഈ ട്രാൻസ്പെറൻറ്റ് കളർ ആവുന്നത് വരെ ഇതുപോലെ വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ ടൈമിൽ ഇതിലേക്ക് നന്നായി പഴുത്ത വലിയ തക്കാളി, 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി പഴുത്ത തക്കാളി എടുക്കുക. അപ്പോഴാണ് ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ എടുക്കാതിരിക്കുക. പഴുത്ത തക്കാളി വേണം എടുക്കാൻ വേണ്ടി. അപ്പോൾ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ തക്കാളിയും നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ അരയ്ക്കുമ്പം ആവശ്യം നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുത്തപ്പം നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ വേണം കേട്ടോ, നന്നായി വെന്തുടഞ്ഞ് വരണം. എന്നാലാണ് ആ ടേസ്റ്റ് ഉണ്ടാകുക. ആ പച്ചച്ചൊവ്വയൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരിക. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ആ കയ്യിൽ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയും എല്ലാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ആ ഉള്ളിയും തക്കാളിയൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. കാരണം ഇനി എന്താ പറയുക, ഇനി ഈ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചൂടോടുകൂടി ഒരിക്കലും അരച്ചെടുക്കരുത്, അത് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി ഇനി ചൂട് മാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം. ഇതിലേക്ക് ഒരു മല്ലിയില, 1-2 ഇലയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റിൻ്റെ ചെറിയ കഷ്ണമാണ് കേട്ടോ. ഇത് കൂടി ചേർക്കുമ്പോഴാണ് ഈ ശരവണഭവൻ ആ ടേസ്റ്റിലുള്ള ചട്നി കിട്ടുന്നത്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മല്ലിയില ഒരുപാട് കൂടരുത്, ആ ടേസ്റ്റും കളറും മാറും. അപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ച് എടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് താളിച്ചിടാൻ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചു. അതിലേക്ക് നല്ലെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ ചേർക്കുമ്പോഴാണ് ആ പ്രത്യേക ടേസ്റ്റ് തന്നെ വരിക. അപ്പോൾ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ എടുക്കാവുന്നതാണ്.
പക്ഷേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലോണം എടുക്കുക. അപ്പോൾ നല്ലോണം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 വറ്റൽമുളകാണ്, അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു കടുക് പൊട്ടിക്കാൻ വേണ്ടി. അപ്പോൾ വറ്റൽമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരിക. ഫ്ലെയിം നന്നായിട്ട് കുറച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കായപ്പൊടി ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ ചട്നി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി ഒന്നും ഇതിലേക്ക് ഒഴിക്കരുത്. കാരണം അപ്പോൾ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും, അതിൻ്റെ ടേസ്റ്റും മാറിപ്പോവും. അതുകൊണ്ട് ഒരിക്കലും മിക്സിയുടെ ജാറൊക്കെ ഒന്നും കഴുകി നമ്മൾ സാധാരണ ചട്നി എടുക്കുന്ന പോലെ ഒന്നും ഇതിൽ ചേർക്കരുത്. ഇനി ഈ ഒരു എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുക. കുറച്ച് പഞ്ചസാരയാണ്. ഈ പഞ്ചസാര നിങ്ങൾക്ക് വേണ്ടായെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചീകിയിട്ടാലും മതി. പിന്നെ ഒരു 2 ഇല മല്ലിയിലയും കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പം ആ ഒരു ശർക്കര പഞ്ചസാര ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുളി ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി മാത്രമാണ്. നമ്മളൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ഒരു അടിപൊളി പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു എന്താ പറയുക ടൊമാറ്റോ ചട്നിക്ക്. ഇത് തമിഴ് റെസ്റ്റോറൻറ്റിലൊക്കെ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും ഇതിൻ്റെ ഒരു സ്വാദ്. അപ്പം ഈ ശരവണ ഭവനിലൊക്കെ കിട്ടുന്ന ഈ ഒരു ടൊമാറ്റോ ചട്നി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.